ഇന്ന് ഞാൻ എൻ്റെ പുതിയ സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഈ ഫോൺ 5G സപ്പോർട്ട് ചെയ്യുന്നു. അതിനോടൊപ്പം ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് MediaTek Dimensity 700 ഒക്ടാ കോറാണ്. 6GB റാം, 128GB സ്റ്റോറേജ്, 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 6.5 ഇഞ്ച് ഡിസ്പ്ലേ, അതുപോലെ ബാക്ക് ക്യാം 48 MP, ഫ്രണ്ട് ക്യാം 16 MP കൂടിയാണ് ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ അകത്ത് ഫോണൊന്നുമില്ല. അപ്പം ഇതെന്ത് പറ്റി? ഒരു മിനിറ്റ്, ഇത് പുതിയ ഫോണല്ല. ഇതാണ് ഞാൻ കഴിഞ്ഞ 5 വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന Realme 8 5G. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇത് അൺബോക്സിംഗ് അല്ല, മറിച്ച് ഒരു ഫോൺ 5 വർഷം ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു യഥാർത്ഥ റിവ്യൂ ആണ്. അതിൻ്റെ ബാറ്ററി എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയാണ്, ക്യാമറ ക്ലാരിറ്റി എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ഈ ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 5 വർഷമായിട്ട് എനിക്ക് വളരെ മികച്ച രീതിയിലുള്ളൊരു ബാറ്ററി ബാക്കപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ ക്യാമറ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിനായി നമുക്ക് അടുത്തിടെ എടുത്ത കുറച്ച് ഫോട്ടോസ് നമുക്ക് നോക്കാം. അതുപോലെ നമുക്ക് ഈ ഫോണിൻ്റെ സൗണ്ട് ചെക്ക് ഒന്ന് ലൈവായിട്ട് ചെയ്ത് നോക്കിയാലോ. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിലവിൽ എങ്ങനെയുണ്ടെന്നറിയാം. അഞ്ച് വർഷത്തിൻ്റെ ഉപയോഗത്തിനിടയിൽ ഒരു തവണ പോലും എനിക്ക് ബാറ്ററി കംപ്ലൈൻറ്റോ ഡിസ്പ്ലേക്ക് കംപ്ലൈൻറ്റോ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. നിരന്തരം സ്മാർട്ട് ഫോൺ അപ്ഡേറ്റ് ചെയ്യണമെന്ന ട്രെൻഡ് മാറ്റി നിർത്തിയാൽ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രാൻഡാണ് റിയൽമി എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.